ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ സ്നാക്ക് ഞാനിവിടെ എണ്ണയിലിട്ട് മുക്കി പൊരിക്കൊന്നും ചെയ്തിട്ടില്ല. വളരെ കുറച്ച് മാത്രം ഓയിൽ ചേർത്തെടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സ്നാക്ക് നമുക്ക് അത്യാവശ്യം ഒന്നും കഴിച്ചാൽ തന്നെ നല്ലപോലെ വേറെ നിറയുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. അതുപോലെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില, വേപ്പില ചെറുതായി കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളിയൊക്കെ നല്ലപോലെ തന്നെ ഒരു വഴന്ന് വരണം. ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒത്തിരി സമയത്ത് വഴന്ന് വരുമൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒത്തിരി മസാലാസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. മസാലാസൊക്കെ നല്ലപോലെ തന്നെ ഉള്ളിയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മസാല റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ സോസൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിടാം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് ഒന്ന് സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ വൈറ്റ് പാർട്ട് കൊണ്ടാണ് നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ ചപ്പാത്തി പലകയിൽ വെച്ച് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് 1-2 പ്രാവശ്യം ഒന്ന് നമുക്ക് പരത്തി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് നമുക്ക് ബ്രെഡ് നല്ലപോലെ തന്നെ കട്ടിയൊക്കെ കുറഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇതാ ഞാനിവിടെ ബ്രെഡൊക്കെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. ഈ സ്നാക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഇതാ ഇവിടെ ഞാൻ ബ്രെഡൊക്കെ ഇങ്ങനെ ചെറുതായി പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള കോഴിമുട്ട പുഴുങ്ങി അതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം. ആദ്യം ഒരു ബ്രെഡിൻ്റെ സ്ലൈഡ് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് പുഴുങ്ങിയ ഒരു മുട്ടയുടെ പീസ് കൂടി വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേറൊരു ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രെഡൊക്കെ ജസ്റ്റ് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ 4 സൈഡിലും മൈദയുടെ മിക്സ്, മൈദ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പശ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് 2 ബ്രെഡും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. മൈദയുടെ മിക്സിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാല് വെച്ചിട്ടൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്താലും ബ്രെഡ് ഒട്ടിയിരിക്കും. മൈദ വെച്ചിട്ടാകുമ്പോൾ പിന്നെ നല്ലപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ഇതാ ബ്രെഡൊക്കെ നല്ലപോലെ തന്നെ ഒട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. നമുക്കിതിൽ മുട്ടയുടെ മിക്സിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ വെച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈവനിങ്ങിലും അതുപോലെ ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ നമ്മൾ ഒന്ന് കഴിച്ചാൽ തന്നെ അത്യാവശ്യം നല്ലപോലെ തന്നെ വയറ് നിറയാണ്ടാവും. ഇനി നമ്മൾ ഈ ബ്രെഡ് ഒരു ചെറിയ കോട്ടിങ്ങിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് മുട്ടയും അതുപോലെ കുറച്ച് മല്ലിയിലയും കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാൻ അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എണ്ണയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗീ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നമ്മൾ ബ്രെഡ് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഒത്തിരി സമയത്ത് മുക്കിയെടുക്കുകയും ചെയ്ത് ബ്രെഡാണ് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് പോവും. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ബോക്സ് ഇതുപോലെ ഓരോന്നായിട്ട് ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കാവുന്നത്. നമ്മൾ ഈ സ്നാക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റുമാണ്, നല്ലൊരു സ്നാക്കുമാണ്. ഇതിൽ നമ്മൾ ഒത്തിരി ഓയിലൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഓയിൽ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ ഇതാ സ്നാക്കൊക്കെ ഒരു സൈഡൊക്കെ ഒന്ന് കുക്കായി വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ കുക്കായി വരാൻ ഒന്നുമില്ല, മസാല എഗ്ഗൊക്കെ ഓൾറെഡി കുക്കായതാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ടേസ്റ്റി ആയ അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.